ഹലോ. എന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല കേട്ടോ. പറയേണ്ടത് ആരുടെ മുഖത്തേക്കും പറയും. പിന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു BJP-കാരനുമല്ല. നല്ലതിന് വേണ്ടിയിട്ട് നിൽക്കും, നല്ലതിന് വേണ്ടി എന്തെങ്കിലും പറയണമെന്നൊരാഗ്രഹം ഉണ്ടാവും. പക്ഷേ എനിക്ക് എന്നെപ്പോലുള്ള പാവങ്ങളായ ജനങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കിറ്റൊക്കെ അങ്ങോട്ട് ഇറക്കും കേട്ടോ. അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ഇനി ഗവൺമെൻറ് കിറ്റ് തന്നില്ല, ഓണം ആഘോഷിക്കില്ലേ? ഗവൺമെൻറ് കിറ്റ് കൊണ്ടേ നിങ്ങൾ ഓണാഘോഷിക്കുള്ളൂ. ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കിറ്റാണോ? അവർ കിറ്റല്ലേ തരുള്ളൂ. അതിലെന്തോ എന്തൊക്കെ ഉണ്ടാവും? 1000 രൂപയുടെ സാധനം എന്നാണ് അവർ പറയുക. അത് കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ കൂടി പോയി 650 രൂപ അത്രേ ഉണ്ടാവുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തന്നെ അതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതാണോ നിങ്ങളുടെ ഓണം? അത് മതിയോ നിങ്ങളുടെ ഓണം? ഇതിനു മുന്നേ ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്നേരം കിറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോഴാണല്ലോ നമുക്ക് കടയില്ല, നമുക്ക് സാധനങ്ങളില്ല, അങ്ങനെയാണല്ലോ ഈ കിറ്റ് എന്നുള്ളൊരു സംഭവം വന്നത്. അതിനു മുന്നേ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ. റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അത് നമ്മൾ മേടിച്ചുകൊണ്ടുപോകും. അത് ഞാനും മേടിച്ചിട്ടുണ്ട്. അതില്ലായിരിക്കുന്നില്ല, അത് ഞാനും മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കിറ്റെന്ന് പറഞ്ഞ സാധനം ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ കിറ്റ് എന്നുള്ളൊരു സംഭവം വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിർബന്ധമാണോ? റിജക്റ്റ് ചെയ്യേ, വേണ്ടാന്ന് പറയും. അവിടെ തന്നെ തോക്കും ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് അവിടെ തോക്കും. ഫസ്റ്റ് തോൽവി അത് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ അയാൾ മാൻഡ്രേക്ക. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക, എന്താണ് അയാൾ നമുക്ക് വേണ്ടി ചെയ്തേക്കണേ? ഒരു പ്രാവശ്യം കിട്ടിയത് നമ്മൾ ശർക്കരയിൽ എന്നിട്ട് പാറ്റയോ പല്ലിയോ എന്തൊക്കെയായിരുന്നു എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ഈ കിറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് മഞ്ഞ കാർഡൊന്നും ഇല്ല, എനിക്ക് റേഷൻ കാർഡേ ഇല്ല. അതാണ് സത്യം. എനിക്ക് റേഷൻ കാർഡുണ്ട്, എൻ്റെ അമ്മയുടെ പേരിലാണ് എനിക്ക് റേഷൻ കാർഡ്. അത് അവർക്ക് അതിനുള്ള പ്രായവും അതൊക്കെ എന്താ പറയുക, അതങ്ങനെയാണ്. അതിന് മേടിക്കാനുള്ളൊരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളത് മേടിക്കാറുമില്ല. അത് വിട്. അപ്പോഴും കണ്ടത് ശർക്കര ഉണ്ടയിൽ ശർക്കര ആരും ഉപയോഗിക്കാൻ പാടില്ല ഒരു ഓണത്തിന്. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറക്കില്ല കേട്ടോ. ഒരു കാര്യവും ഞാൻ മറക്കില്ല. കേരളത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, അത് പിണറായി വിജയൻ്റെ ഭരണം മാത്രമല്ല, എന്തൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ അതൊന്നും ഞാൻ മറക്കില്ല. കാര്യം ആ മറക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധി ഇവർ മനസ്സിലാക്കുന്നത്. ഇത് നമ്മളെല്ലാം മറക്കും, പക്ഷെ ഞാൻ മറക്കില്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ കുട്ടികൾ ഈ വർഷം സ്കൂളിൽ പോയപ്പോൾ എത്ര പേര് പുതിയ യൂണിഫോം ഇട്ടിട്ട് പോയി? ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒരു 60% പാവങ്ങളായ കുട്ടികൾ പഴയ യൂണിഫോം ഇട്ടാണ് സ്കൂളിൽ പോയേക്കണേ. നമ്മുടെ സ്കൂളൊക്കെ എന്താ പറയുക, 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ്. അറിയാം നിങ്ങൾക്ക്? കാര്യം ജനങ്ങൾ വന്നിട്ട് സ്കൂളൊക്കെ വന്ന് കാണുമ്പോഴത്തേക്കും എനിക്കൊരു റൂം തരുമോ എന്ന് ചോദിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്. എത്ര കുട്ടികൾ പുതിയ യൂണിഫോം ഇട്ട് പോയി? നിങ്ങളതിനൊന്ന് ആലോചിക്കണം കേട്ടോ. ആലോചിക്കുക. എൻ്റെ പൊന്ന് ചേച്ചിമാരെ, ചേട്ടന്മാരെ, ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. ആ കുടുംബത്തിനൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തിനാ ജീവിക്കണേ? അല്ലേ? നമ്മൾ പണിയെടുക്കും, നമ്മൾ ജീവിക്കും, നമ്മുടെ കുടുംബത്തിന് നമ്മൾ എന്താ പറയുക, നമ്മളെ ഉള്ളത് കൊണ്ട് മതി. ഇതെങ്കിൽ ഇത് സ്ത്രീകൾ പണിയെടുക്കാൻ തുടങ്ങി.
ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ പണിക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ആരും വിടില്ലായിരുന്നു. പക്ഷെ ഇന്ന് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ഒരു തുണിക്കട, എന്തൊരു ജോലിയായാലും അവിടെ സ്ത്രീകൾ മുൻപന്തിയിലാണ്. കാരണം എന്താണ് ഒന്ന് പറഞ്ഞേ. ഭർത്താവെന്ന് പറയുന്ന വ്യക്തികൾ എന്താ പറയുക, കാശൊക്കെ കൊണ്ടുതരും, എന്നാലും രണ്ടെണ്ണം അടിക്കും അല്ലേ, കള്ളു കുടിക്കും. ഇപ്പം ഇത്തിരി കൂടുതലാണ്. ആ, ഇനിയും കൂടും. സത്യം, ഇനിയും കൂടും. ഒരു 10 വർഷം മുന്നത്തെ ഒരു കഥ പറയട്ടെ. KPSC ലളിത ചേച്ചി, അമ്മയുടെ പ്രായമുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ, അയാളെ ഞാൻ സാറൊന്നും വിളിക്കില്ല, ലോകത്തെണ്ടിയാണ്, ഇരിങ്ങാലക്കുടക്കാരൻ, ലോകത്തെണ്ടി. അയാളെ നമ്മൾ MBA ഒക്കെ ആക്കിയിട്ട് നാടിന് വേണ്ടി ഒരു ഗുണം ഉണ്ടായില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിട്. എന്താ പറഞ്ഞേ? LDF വരും, മദ്യവിമുക്ത കേരളം. ആണോ? ആണല്ലേ. മദ്യം എന്ന് പറഞ്ഞ സാധനം കേരളത്തിലില്ല. മദ്യം കിട്ടാൻ പോലും ഇല്ല. ഇനി മദ്യത്തിന് എവിടെ പോകും ഞങ്ങൾ? ഈ ആണുങ്ങളൊക്കെ എവിടെ പോകും? മദ്യം കിട്ടാനില്ല. മദ്യവിമുക്ത കേരളം, LDF വരും, എല്ലാം ശരിയാവും. എല്ലാം ശരിയായില്ലേ? ഇന്നും ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ കാര്യം, ആൺകുട്ടികളെ എവിടെ നിർക്കുക, ആൺകുട്ടികൾ കുഴപ്പമില്ല, അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കാൻ ആൺകുട്ടികൾക്ക് അറിയാം. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അവർ സേഫായിട്ട് പോകണം. ഏത് പെൺകുട്ടികൾക്കാണ് ഇന്ന് സ്കൂളിൽ പോകാൻ സേഫ്റ്റി ഉള്ളത്? ഉണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് എന്താണ് ന്യൂ ജനറേഷനാണ് ഇന്ന് എല്ലാ കുട്ടികളും. അത് പാവങ്ങളായാലും പണക്കാരായാലും ന്യൂ ജെൻ എന്നാ പറയുക. എനിക്ക് മറ്റുള്ള നാടറിയില്ല, ഞാൻ എൻ്റെ തൃശ്ശൂരിനെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുമ്പോൾ 1.5 കിലോമീറ്ററാണ്. രാവിലെ 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അവിടെ ലവ് ബേഡ്സാണ്. സത്യം, ലവ് ബേഡ്സാണ്. അവിടെ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് കളർ കാറിൽ, ഒരു മാരുതിയുടെ ഒരു വണ്ടിയിൽ കുറേ ചേച്ചിമാരൊക്കെ അതിലെ കൂടെ നടക്കുന്നുണ്ട്. അവർക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ പറയും, ഞങ്ങൾക്ക് 18 വയസ്സായി, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങളാരെ ചോദിക്കാൻ? അത് കോടതി ഉത്തരവാണ്. ഇതെവിടെ നടക്കണമെന്നറിയോ? വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ. പിന്നെ 1 മണിക്ക് നമ്മുടെ തൃശ്ശൂർ പാർക്ക് അങ്ങോട്ട് തുറക്കും. പിന്നെ അത് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു ലൈബ്രറി ഉണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ അവിടെ പോകാറുണ്ട്. അത് ഞാൻ പോണ വേറെ ഒന്നുമല്ല, ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് എനിക്ക് പത്രം വായിക്കണം. ഞാൻ എൻ്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്, പത്രം വായിക്കണം. അത് പത്രം ഒരെണ്ണം വായിച്ചാൽ പോരാ, മനോരമ വായിക്കണം, മാതൃഭൂമി വായിക്കണം, പിന്നെ എന്തൊക്കെ പത്രമുണ്ടോ ഹിന്ദു വരെ വായിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷുകാരനൊന്നുമല്ല കേട്ടോ, എന്നാലും അതും ഞാൻ വായിക്കും. അതെൻ്റെ അറിവ്. കാര്യം ഇത് ഒരുമിച്ച് വായിക്കണമെങ്കിൽ എവിടെ പോകണം? ലൈബ്രറി തന്നെ പോകണം. എനിക്കത് മേടിച്ച് വായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനത് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. അതിൻ്റെ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോണ്ടല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും എന്താ അവിടെ കാണിക്കണമെന്നറിയോ? ഞാൻ അവിടെ ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇവർക്കും അമ്മയും അച്ഛനും ഇല്ലേ? ഇവരെന്തുകൊണ്ട് അവരെ ചിന്തിക്കുന്നില്ല? പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇതൊക്കെ എന്താ പറയുക, ഡൗൺ നിൽക്കുന്ന ആൾക്കാരുടെ മക്കളാണ് ഈ കാണിക്കുന്നത്. അതും കൂടെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അല്ല, ഈ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ നടക്കാൻ പറ്റില്ലേ? ഇങ്ങനൊരു കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. പാർക്കിൻ്റെ അകത്ത് ഫാമിലി ആയിട്ട് വരുന്നതാണ്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, വയലൻസാണ്.
ഒരാളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തല്ലാൻ പോവുക, അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുക, അവരെ പിടിച്ച് ഇടിക്കുക. പിന്നെ ദേ ഇവിടെ നിന്നൊക്കെ ഒരു വടിവാൾ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സാധനം ഒരു കത്തിയൊക്കെ എടുത്തിട്ട് കുത്താൻ പോവുക. കാര്യം അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയണില്ല. കാര്യം അത് അവരല്ല ചെയ്യുന്നത്, അവരുടെ ഉൾബോധ മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുന്നത്. കാര്യം അവർ കള്ളു കുടിക്കുന്നില്ല, അവർ കഞ്ചാവ് വലിക്കുന്നില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു വലിയവൻ്റെ മക്കളല്ല കേട്ടോ ഈ ചെയ്യുന്നത്, നമ്മുടെ താഴെക്കിടെ കിടക്കുന്ന കുട്ടികളാണ്. അപ്പോഴും ഞാൻ മനസ്സിലാലോചിക്കുന്ന ആരെയെന്നറിയോ? എൻ്റെ പൊന്ന് ചേച്ചി ചേട്ടന്മാരെ, ഞാൻ നിങ്ങളെ ആലോചിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മക്കളാണ് അവിടെ വരുന്നത്. കുറേ യൂട്യൂബർമാർ കുറേ വീഡിയോ എടുത്ത് ലൈവ് ആവാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റൊന്നും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് ധൈര്യപ്പെടുന്നുണ്ടോ? ഇന്ന് പോട്ടെ, നാളെയും ഈ റൗണ്ടിൽ 1.5 കിലോമീറ്ററിൽ ഇത് നടക്കുന്നുണ്ട്. ആരെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ചെയ്യില്ല, അതൊന്നും ചെയ്യില്ല. കാര്യം ഈ യൂട്യൂബർമാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം അവർക്കതറിയാം. അതുകൊണ്ടാണ് കാര്യം അവർക്ക് എന്താ പറയുക, യൂട്യൂബ് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് ഇടണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അവർ ചെയ്യില്ല. നമ്മുടെ മക്കൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനേക്കാണ് പോകുന്നത്, നമ്മുടെ പേരൻസിനെ ശ്രദ്ധയില്ല. അത് ഒന്നാമത്തെ കാര്യം. അവർ പഠിക്കാൻ പോകുന്നുണ്ടോ, നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട്, അവർക്ക് ഡ്രസ്സില്ല, അവർ നന്നായിട്ട് തയ്ച്ച് പോകുന്നുണ്ടോ ഇല്ലാണ്ട് പോകുന്നുണ്ടോ, അത് ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്. ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നമ്മുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പോലും നമുക്കറിയുന്നില്ല. കാര്യം ഹസ്ബൻഡ് കള്ളു കുടിച്ച് വരുന്നുണ്ട്, അയാളുടെ കാര്യം നോക്കുന്നുണ്ട്, ഭാര്യ ജോലിക്ക് പോകുന്നു, പക്ഷെ കുടുംബം ഫാമിലി അത് പക്കയാവുന്നു. രാത്രി ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ മകൻ എവിടെ പോകുന്നു, നമ്മുടെ മകളെവിടെ പോകുന്നു, നമ്മൾ ചിന്തിക്കുന്നേയില്ല. എൻ്റെ വീട്ടിൽ നടക്കില്ല കേട്ടോ. ബാലിച്ച് കീറി ഞാൻ ഒട്ടിച്ചാൽ വയ്ക്കും. അത് ഇത്തിരി ആണത്തത്തോടുകൂടി ഞാൻ പറയും. പിന്നെ അത് വിട്ടേക്കൂ. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഇതിനൊക്കെ കാരണക്കാരാരാന്നറിയോ? നമ്മുടെ ഗവൺമെൻറ്. കാര്യം ഇവരതിന് സാങ്ഷൻ കൊടുത്തേക്കെന്ന്. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കാര്യം 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ടർ ഐ ഡിയിൽ പേരായി വോട്ട് കിട്ടും, അതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ കുട്ടികൾ നശിച്ചു പോകുന്നത് അവർ ചിന്തിക്കുന്നേയില്ല. പിന്നെ അവർക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചിന്തിച്ചോളൂ. വെറുതെ ഞാൻ ഇത് തൃശ്ശൂരുകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരുടെ അടുത്തും പറയാം. എവിടെയൊക്കെ പാർക്കുണ്ടോ, നിങ്ങൾ വെറുതെ നിങ്ങൾക്കൊരു ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. നിങ്ങൾ പിന്നെ തൃശ്ശൂരുകാർ കൺഫേമായിട്ട് നമ്മുടെ റൗണ്ടിലേക്ക് വന്ന് ഒരു ദിവസം ലീവ് എടുത്തിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി നോക്കൂ. അപ്പോൾ അറിയാൻ പറ്റും അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണൂ. അതുപോലെ കേരളത്തിലെ എല്ലാ പേരും, തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള എല്ലാ പേരുടെ അടുത്തും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കൂ. അവിടുത്തെ കുട്ടികൾ, അത് നിങ്ങളുടെ മക്കളുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ കെയറിങ് നിങ്ങൾക്ക് കൂടും. ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ആയി, അതിൽ ഏറ്റവും കൂടുതൽ പാരൻസിൻ്റെ നോട്ടക്കുറവാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇത് കേരള ഗവൺമെൻറ്റാണ്. ഇവിടെ എന്തിനും അവർ വാരിക്കോരിയും കൊടുക്കുകയാണ്. ഇനി MDMA വേണോ,
അത് കിട്ടും. കഞ്ചാവ് വേണോ, അതും കിട്ടും. ഇവിടെ അതിനൊന്നും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിക്കണ്ട ഇവിടെ പിടിക്കണ്ടെന്നൊക്കെ അവർ പറയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ മറ്റത് പിടിച്ചു മറിച്ചത് പിടിച്ചു നമ്മൾ ന്യൂസ് കേൾക്കും. പക്ഷേ 50 കോടിയുടെ സാധനം പുറകെ കൂടെ പോയിട്ടുണ്ടാവും. പിന്നെ ഈ പിടിക്കുന്നവരെയൊക്കെ പിടിക്കണത് മാത്രമേ നമ്മൾ കാണുള്ളൂ. പിടിച്ചു എന്നുള്ള ന്യൂസേ കാണുള്ളൂ. ഇവർ ഇറങ്ങുന്ന ന്യൂസ് അല്ലെങ്കിൽ ഇവർ പിന്നെ എന്തായി എന്നുള്ളത് നമ്മൾ ന്യൂസ് കാണുന്നുണ്ടോ? അത് കാണില്ല. അവരിറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇവരെ പിടിച്ചു അല്ലെങ്കിൽ ഇവരെ റിമാൻഡ് ചെയ്തു. നമ്മൾ പത്രത്തിൽ അങ്ങോട്ട് വായിക്കും, ഇവരെ റിമാൻഡ് ചെയ്തു, ശരി ആയിക്കോട്ടെ. ഇവരെ പിടിച്ചു, പക്ഷേ ഇവർ ഇറങ്ങുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? അതറിയില്ല. അവരിറങ്ങിയിട്ടുണ്ടോ? കാര്യം ഇതൊക്കെ കളിയാണ്. മക്കളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. വെഞ്ഞാറമൂട്ടിൽ ഉമ്മേനെ ആദ്യം തല്ലി അടിച്ചിട്ടു, ഒരു റൂമിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് അവൻ ബൈക്ക് എടുത്ത് പോയി ഉപ്പാടെ ഉമ്മാനെ അടിച്ചു കൊന്നു, അതിൻ്റെ മാലയെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയിട്ട് ഉപ്പാടെ അനിയനെയും അനിയൻ്റെ ഭാര്യയും കൊന്നു. അപ്പോൾ 3 എണ്ണത്തിനെ കൊന്നുട്ടാ. അത് കഴിഞ്ഞ് കാമുകീനെ കൊണ്ടുവന്നു, അതിനെ കൊന്നു. സ്വന്തം അനിയൻ 10-15 വയസ്സുള്ള 15 വയസ്സില്ലെന്ന് തോന്നുന്നു, 14 വയസ്സ്, അവനെയും കൊന്നു. ഇപ്പം ആ ന്യൂസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കര ന്യൂസായിരുന്നല്ലോ. എത്ര എണ്ണത്തിനെ കൊന്നു? 5 പേരെ കൊന്നകള. എന്നിട്ട് അവൻ ജയിലിൽ ചോദിച്ചെന്താ, എനിക്ക് ബിരിയാണി വേണം, എനിക്ക് മീൻ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര കലാപവും. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്നില്ല. ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾക്ക് ബിരിയാണി, മട്ടൻ എല്ലാം കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട് അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വിട്. LKG എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു മക്കൾ, അത് ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് എല്ലാ ദിവസവും പാൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? 3 ദിവസം പാലെങ്കിൽ 3 ദിവസം മുട്ട, 6 ദിവസമേ ഉള്ളൂ, ഞായറാഴ്ച ലീവ്. 3 ദിവസം പാൽ കൊടുക്കൂ, 3 ദിവസം മുട്ട കൊടുക്കൂ. ഒരു മുട്ടയ്ക്ക് എത്ര രൂപയാണ് റേറ്റ്? ഒരു ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുക്കാൻ 6 ദിവസം കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഈ ഗവൺമെൻറ്? വലിയ ആൾക്കാരല്ല, കുഞ്ഞു മക്കൾക്കാ. കാര്യം ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണ്. അതുപോലെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ 3 ദിവസം പാൽ കൊടുക്കൂ, 3 ദിവസം മുട്ട കൊടുക്കൂ കേട്ടോ. എങ്ങനെയുണ്ട്? എനിക്ക് ചിരിയേ വരുള്ളൂ. അതായത് എല്ലാ ദിവസവും 6 ദിവസമേ ഉള്ളൂ, ഞായറാഴ്ച സൺഡേ ഈസ് ഹോളിഡേ, അന്ന് ലീവാണല്ലോ. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാടാണ്. ഞാൻ വേറൊരു കഥയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തമിഴ്നാട് നമ്മുടെ കേരളത്തിനെക്കാട്ടിലും വലുതാണ്. 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നടക്കും കേട്ടോ. 6 മണി തുടങ്ങി, രാവിലെ 6 മണി തുടങ്ങി 8:30 മണി വരെ ഒരു ഹോട്ടലുണ്ട്, അമ്മ എന്ന് പറഞ്ഞിട്ട്. അമ്മ അതായത് ജയലളിത ഉണ്ടാക്കിയ സംഭവമാണ്. അത് ഇത് കാണുന്ന തമിഴ്നാട്ടിലുള്ളവർക്ക് മനസ്സിലാവും. വെറും 10 റിങ്കറ്റോ 10 ഡോളറോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ വെറും 10 രൂപ. 10 രൂപ ഉണ്ടെങ്കിൽ 3 ഇഡ്ഡലി, ഒരു ഗ്ലാസ് ചായ. ഇനി ചായ വേണ്ടാത്തവർക്ക് ഒരു ഇഡ്ഡലി കൂടെ, 4 ഇഡ്ഡലി. വെള്ളം അവിടെ ഫ്രീ ആണ്. അത് ഇന്നും അവിടെ നടക്കുന്നുണ്ട്. അത് ഒരിടത്തല്ല, തമിഴ്നാട് ഫുള്ളായിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്ക്
കുഞ്ഞു മക്കൾക്ക് ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുക്കാൻ പറ്റില്ലേ? അവിടെ നിങ്ങൾ ഏറ്റുപിടിക്കുകയാണല്ലോ. ഏറ്റുപിടിച്ചോളൂ. നിങ്ങളാണ്, അതല്ല, ജനങ്ങളാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഞാൻ ആരാവും എന്നറിയോ? ഞാൻ വെറും തെണ്ടിയാവും. ഈ പറയുന്നത് ഞാൻ വെറും തെണ്ടിയാവും. കാര്യം ഇതിനിടയ്ക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കമൻറ്റ് വരും. നീ ആരാടാ അങ്ങനെവനെ ഇങ്ങനെവനെ. അവൻ്റെ വീട് പട്ടിണിയായിരിക്കും. അതും കൂടെ ആലോചിക്കുക. കാര്യം കാശുകാരൻ ഒരിക്കലും എൻ്റെ അടിയിൽ കമൻ്റ് ഇടില്ല. അതൊന്നും ഇല്ലാത്തവനാണ് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുള്ളൂ. അവൻ്റെ വീട് പട്ടിണിയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ വീട് ലോണിലായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ വണ്ടി ലോണിലായിരിക്കും, അവൻ കടത്തിന്മേൽ കടത്തിൽ നിൽക്കുമായിരിക്കും. ഇതിന് കാരണം ഈ ഗവൺമെൻറ്റാണ്. അതവൻ മനസ്സിലാക്കുന്നില്ല. കാര്യം ബുദ്ധിയില്ലല്ലോ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. LDF വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കുന്ന ഒരുത്തനും 5 പൈസയ്ക്ക് ബുദ്ധി ഇല്ലട്ടോ. അത് ഉറപ്പായിട്ട് മനസ്സിലാവണമെങ്കിൽ ചാനൽ കാണുക. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചാനൽ കാണുക. എന്തുകൊണ്ട് LDF ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആനാന്ന് പറയുമ്പോൾ ചേനാന്ന് അവർ പറയുള്ളൂ. നമ്മൾ ചോദിക്കുന്നതിനായി, അതായത് ആ റിപ്പോർട്ടർ ചോദിക്കുന്നതിനായിരിക്കില്ല അവർ മറുപടി പറയുക. അവർ പിന്നെ പണ്ട് 1982 നടന്ന കാര്യം എടുത്തുകൊണ്ട് വരും. നമ്മളെന്ത് ചോദിക്കുന്നു അതിന് മറുപടി പറഞ്ഞാൽ പോരെ? അതിന് മറുപടി അവർക്കില്ല. അതാണ് കാര്യം നമ്മൾ ചോദിക്കുന്നതിന് മറുപടി അവർക്ക് പറയാനില്ല. അതാണ് കാര്യം. കേരളത്തിൽ യൂണിയൻകാരേ ഉള്ളൂ. അവരുടെ വരുമാനമാണ്, അതുണ്ടായിക്കോട്ടെ, നല്ലതാണ്. പാവങ്ങളെ പിഴിയണം. പാവങ്ങളെ വിട്ടൂടെ അവർക്ക്? വിടില്ല. ഒരു യൂണിയൻ പണിക്കാരൻ, എനിക്ക് ജോലി വേണ്ട, 5 ലക്ഷം രൂപ വന്നാൽ ഈ ജോലി തരാം കേട്ടോ. 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ജോലി ഈ വേറൊരാൾ മേടിക്കണമെങ്കിൽ വെറുതെ മേടിക്കില്ല. വെറുതെ മേടിക്കുമോ? ഞാനൊരു യൂണിയൻ പണിക്കാരനാണ്. ഞാൻ വേറൊരാൾക്ക് എൻ്റെ ജോലി കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ തരണം. അത് കൊടുത്ത് മേടിക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അതിന് കാരണം അതിന് ബെനിഫിറ്റ് ഉണ്ടാവുമല്ലേ? ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലേ? ഉണ്ട്. വെറുതെ ഇരുന്നാലും കാശ് കിട്ടും. വേറെ ഏത് നാട്ടിലുണ്ട്? കേരളം വിട്ട് വേറെ ഏത് നാട് വേണമെങ്കിലും എടുത്തോ. വേറെ എവിടെയുള്ള ഈ യൂണിയൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? CITU, INTUC, BMS ഇങ്ങനെ യൂണിയനാണ്. അത് വേറെ എവിടെയുള്ള? ഇതൊക്കെയാണ് പറയുന്നത്. ആരാണ് മണ്ടന്മാർ? നമ്മൾ, ഞാൻ, നിങ്ങൾ. കേരളത്തിലെ ഏത് യൂണിയൻ പണിക്കാരനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞുതരാമോ? കുടുംബത്തിൽ ആസ്തി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ പണിയെടുത്ത് രക്ഷപ്പെട്ടിട്ട് ഒരു യൂണിയൻ പണിക്കാരനും കേരളത്തിലില്ല കേട്ടോ. എൻ്റെ അറിവിലില്ല. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ യൂണിയൻ പണി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കാശുള്ളവനെ വിടുക. ഒരു യൂണിയൻ പണിക്കാരൻ രക്ഷപ്പെടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ക്. എന്തിനാ ഇതൊക്കെ മേടിച്ച് വയ്ക്കണേ? ഇതിനൊക്കെ കാരണം ആരാന്നറിയോ? നമ്മുടെ ഗവൺമെൻറ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിസ്സാരം, നമ്മൾ കുടിക്കണ വെള്ളം
നമ്മൾ കുടിക്കണ വെള്ളം 40 രൂപയും 50 രൂപയും കൊടുത്താൽ മതിയായിരുന്നു. അത് തൃശ്ശൂരുകാരെ വിട്ടേക്ക്, തൃശ്ശൂരുകാരെ വീട്ടിലേക്ക് കിണറൊക്കെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ തൃശ്ശൂർ മാത്രമല്ലല്ലോ നമ്മുടെ നാട്. 40 രൂപയും 50 രൂപയും ഉണ്ടായിരുന്ന വാട്ടർ ബില്ല് ഇന്ന് 1000ഉം 1200 എന്നാൽ വെള്ളം വരുമോ? അതും വരില്ല. പക്ഷെ ബില്ലടയ്ക്കണം. വെള്ളമൊന്നും തരില്ല, ബില്ലടയ്ക്കണം. വെള്ളം ഞങ്ങൾ തരില്ല, ബില്ലടയ്ക്കണം. കാരണം വാട്ടർ അതോറിറ്റി ഭയങ്കര നഷ്ടത്തിലാണ്. ഇനി അതും പോട്ടെ, ഇനി കേരളത്തിലുള്ള എല്ലാവരുടെ ഒരു ചോദ്യം ചോദിക്കുക. നമ്മൾ ഏപ്രിൽ മാസം കരമടയ്ക്കാറുണ്ട്. നമ്മൾ എത്ര രൂപയാണ് കരമടച്ചുകൊണ്ടിരുന്നത് ഒരു വർഷം? ഇപ്പം എത്ര അടയ്ക്കണേ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയില്ല. അത് മാത്രമേ ഞാൻ പറയില്ല കേട്ടോ. കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടുമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് അറിയാം, ഒരു മാസം കരം 3 രൂപയോ 4 രൂപയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഒരു വർഷത്തിലേക്ക് നമ്മൾ ഏപ്രിൽ മാസമാണ് കരം അടയ്ക്കുക. കരം അടച്ച രസീത് നമ്മൾ എടുക്കുക ഒരു വർഷത്തിലാണ്. അന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊന്നും മിണ്ടുന്നില്ല. ഇപ്പം നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കുന്നത്? വീട്ടിൽ കച്ചറ എടുക്കാൻ വരുന്ന ചേച്ചിമാർ വന്ന് പറയും, എന്താ കരമടയ്ക്കാത്ത? ഐ, അതെന്താ നിങ്ങൾ പറയണേ? വീട്ടിൽ മറ്റേ എന്താ പറയുക, കുടുംബശ്രീയോ ഒരു വീട്ടിലൊക്കെ മറ്റേ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. എടുത്താലും എടുത്തില്ലെങ്കിൽ അവർക്ക് 50 രൂപ കൊടുക്കണം. എടുത്താലും എടുത്തില്ലെങ്കിൽ അവർക്ക് 50 രൂപ കൊടുക്കണം. അവർ വന്ന് പറയാണ്, എന്താ കരമടയ്ക്കാത്ത? അതെന്നാ നിങ്ങൾ പറയണേ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേസ്റ്റ് എടുത്ത് പോയാൽ പോരെ? നിങ്ങളെന്തിനാ അത് പറയണേ? ഇത് അങ്ങനൊരു കാര്യം. പിന്നെ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാർ, ഇനി വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല, കവറുണ്ടോ? ഇല്ല, കവറില്ല. വേസ്റ്റ് ബക്കറ്റ്, പാത്രം, പാട്ടകൾ, ഇതൊന്നും ആക്രിക്ക് പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇത് അവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. കത്തിക്കാൻ, വീട്ടിലിട്ട് കത്തിക്കാൻ പാടില്ല. ഒരു കുടിയെടുത്ത് പോലും കത്തിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അതും പോട്ടെ. ഇനി കക്കൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരൊന്ന് കോരി തരുമോ? നമ്മൾ മാസം 50 രൂപ വെച്ച് കൊടുക്കണില്ലേ? നമ്മുടെ കക്കൂസം നിറഞ്ഞു, ഇവർ കോരി തരുമോ? ഇനി കക്കൂസ് നിറഞ്ഞെന്ന് വയ്ക്കുക, ഒരു നല്ല പ്ലാന്റേഷൻ ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും വണ്ടി വിളിക്കും, അവർ പറയുന്ന കാശാണ് നമ്മൾ കൊടുക്കുക. ഈ കക്കൂസ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാശ്, അവർ ചിലപ്പം 10,000 12,000 ചോദിക്കും. അത് കൊടുത്തിട്ട് അവർ പോകും. അവർ ചിലപ്പോൾ നമ്മളിവിടെ നിന്ന് കയറിയിട്ട് അപ്പുറത്ത് വീണ്ടും ഉമ്മറത്ത് തന്നെ കൊണ്ട് തട്ടിയിട്ട് അവർ പോകും. പിന്നെ എവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ് പോലീസുകാർ വന്നിട്ട് നമ്മളെ കഴുത്തി കയറി പിടിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന്. അതെ, നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് എനിക്ക് സംഭവിച്ചതല്ല, ഇവിടെ ഇത് കേൾക്കുന്നവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും, ഇത് കേൾക്കുന്നവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. കാര്യം ഒരു പ്ലാന്റേഷൻ ഇല്ല, അത് തട്ടാനുള്ളൊരു പ്ലാന്റേഷൻ ഇല്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവിക്കുന്ന എവിടെയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറൊരു നാട്ടിലും ഇല്ല. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്പർ 1 കേരളം. എത്ര നന്നായല്ലേ? മനസാക്ഷിയുള്ളവർ പറയൂ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചീട്ടെടുക്കുന്നവർ, അതായത് ഒരു ചീട്ടെടുക്കാനായിട്ട് 10 രൂപ കൊടുക്കണം. നമ്മളൊരു ചീട്ടെടുക്കാനായിട്ട് എന്തിനു നമ്മൾ കൊടുക്കണം? 10 രൂപയോ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 10 രൂപ കൊടുത്തിട്ട് നമ്മളൊരു ചീട്ടെടുക്കണം. 10 രൂപ. അതല്ല എന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യും കേട്ടോ. 10 രൂപ കൊടുക്കണം. ഇനി അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു, മരുന്ന്. അതെ, 3 മരുന്ന് ഇവിടെ ഉണ്ട്, 3 മരുന്ന് ഇവിടെ ഇല്ല കേട്ടോ. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽ. അതല്ല എന്ന് പറയും. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതാണ്. ഞാൻ എൻ്റെ 2 കാലും ഫ്രാക്ചറായിരിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കാൻ സിറിഞ്ച് അത് ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജിൽ.
അതിൻ്റെ ബാലൻസ് 5 സിറിഞ്ച് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ മേടിച്ച് വച്ചതാണ്. അതായത് എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കാനുള്ള സിറിഞ്ച് ഞാൻ മേടിച്ച് വയ്ക്കണത്രേ. അതവിടെ ഇല്ലയെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പറയണം. കാര്യം സിറിഞ്ചിന് 2 രൂപയുള്ളൂ. 10 സിറിഞ്ച് വാങ്ങിക്കുമ്പോൾ 20 രൂപയുള്ളൂ. പക്ഷെ നമ്മളത് നോക്കണില്ല, നമ്മളത് മേടിക്കും. കാര്യം നമ്മുടെ കാര്യം നടക്കണമല്ലോ. പക്ഷെ ഈ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സിറിഞ്ചിന് 2 രൂപയുള്ളൂ. ആ 2 രൂപയുടെ സിറിഞ്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ലയെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക? പിന്നെ അവിടെ വരുന്ന നേഴ്സുമാർ ചേച്ചിമാരുടെ പവറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ്ട് അവരെ 1 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. ഞാനും മാത്രമൊന്നുമല്ല, അവിടെ കിടക്കുന്ന പേഷ്യൻസ് എല്ലാം ഇങ്ങനെ ഹെഡ് നേഴ്സൊക്കെ വരണത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ, അതായത് എന്തെന്നാ അവർ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡോക്ടർ ജി, നേഴ്സിനെ വിളിക്കുന്ന നേഴ്സ് ജി എന്നോ, സിസ്റ്റർ ജി, സിസ്റ്റർ ജി, ഡോക്ടർ ജി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ മര്യാദ, അതൊക്കെ ഓക്കെ കോട്ടെ. പക്ഷേ ഇവരൊക്കെ ഈ പോക്കറ്റിൽ കൈയിട്ടൊക്കെ വന്നിട്ട് ഒരു നോട്ടമൊക്കെ ഉണ്ട് നമ്മളെ. ഏതാണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് കൊടുക്കാത്ത പോലെ ഇവർ നോക്കണം. എന്ത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. പേടിയാവും ഇഷ്ടു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കിടക്കാനായിട്ട്. പിന്നെ ഈ തെണ്ടികളൊക്കെ ശമ്പളം മേടിക്കുന്നത് ആരെ കാശാ? എൻ്റെയും നിങ്ങളുടെയും കാശ്. ശരിയല്ലേ? ശരിയാണോ അല്ലേ? കാണിക്കണ കാട്ടായം കണ്ടു കഴിഞ്ഞാലോ ഏതാണ്ട് അവരെ ഒന്ന് കാശ് മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാത്ത പോലെ. ഇതൊക്കെ സഹിക്കണത് ആരാ? മാറ്റം വരണ്ടേ? മാറ്റം വരണം. മാറ്റം വരണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ഇതാ വരുന്നില്ല ഒരു ഇലക്ഷൻ, അടുത്ത വർഷം വരും. അപ്പം ചിന്തിക്കുമൊന്നുമില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ആരും ചിന്തിക്കുമൊന്നുമില്ല. ഇപ്പോൾ ഒരു കിറ്റ് പിണറായി അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ പിണറായി വിജയ നിങ്ങളാണ് ശരണം. പിന്നെ വേണമെങ്കിൽ കാവ്യം കറുപ്പോ കൊടുത്തിട്ട് പഴനിമലയിൽ മുട്ടയടിക്കണ പോലെ അങ്ങേർക്ക് പോയി മുട്ടയടിച്ചും കൊടുക്കും. വേണമെങ്കിൽ ഇരുമുടി കെട്ടുകൊടുത്തിട്ട് അയാളുടെ അടുത്ത് പോകും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക കേട്ടോ, വെളിച്ചപ്പാടിനെ നിങ്ങൾക്കറിയാം, പക്ഷെ വെളിച്ചപ്പാടിന് ആരും അറിയില്ല കേട്ടോ. വെളിച്ചപ്പാടിനെ നിങ്ങൾക്കറിയാം, പക്ഷേ ഈ വെളിച്ചപ്പാടിന് നിങ്ങളാരും അറിയില്ല കേട്ടോ. അതറിയണത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം. അപ്പോഴും അറിയില്ല, അതൊക്കെ മുഖം മൂടി മാത്രമാണ്. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട്, അതിനാരും മറക്കരുത് കേട്ടോ. അതാണ് ഇപ്പോൾ ഓരോന്ന് കണ്ടും കാണിച്ചും തന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഹിന്ദു മതമില്ല, ഒരു ക്രിസ്ത്യൻ മതമില്ല, ഒരു മുസ്ലിം മതമില്ല. എല്ലാ മതത്തിലും ദൈവങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ ഇവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തമ്മിലടിപ്പ്. അതിലും കുറേ തെണ്ടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളില്ല കേട്ടോ. അവരങ്ങനെ ഒന്നിനും വന്ന് ചാടില്ല. മറ്റ് 2 പേര്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ ജനങ്ങളെ ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ തൃശ്ശൂർക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം അത് ഓർത്താൽ മതി. വെടിക്കെട്ട് കാണാനായിട്ട് ഒരു കാലത്തും ഇല്ലാത്ത ജനങ്ങളായിരുന്നു കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന്. ഒരാന അങ്ങോട്ട് അടഞ്ഞു. ഓടിയ ഓട്ടത്തിൽ അത് വട്ടക്കുന്നാഥം കാണിച്ചു കൊടുത്തതാണ്. ഇവിടെ നിൽക്കണ്ട, വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് വെടിക്കെട്ട് ഉണ്ടാവില്ല. എന്തോ കാണിച്ചു, എന്തോ പൂരം അങ്ങോട്ട് നടത്തി. അത് കാരണം എന്താ? അതിൻ്റെ മുമ്പത്തെ വർഷം വെടിക്കെട്ട് എത്ര മണിക്ക് നടന്നത്? ഉച്ചയ്ക്കാ. തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വെടിക്കെട്ടായിരുന്നു ഉച്ചയ്ക്ക് വെടിക്കെട്ട് നടത്തുക. ഇതൊക്കെ മറന്നു പോവും. ഞാനൊന്നും മറക്കില്ല, ഒന്നും മറക്കില്ല.
എല്ലാം കറക്റ്റ് ഇഞ്ച് ബൈ കേരളത്തിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ ട്രാജഡി നടന്നു, അതൊക്കെ എനിക്കറിയാം. 10-18 കുട്ടികൾ മലപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ മറന്നു, പക്ഷെ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. 16-18 കുട്ടികൾ മലപ്പുറത്ത്, ഒരു വ്യക്തി, ഒരിക്ക എൻ്റെ സ്ഥലത്ത് ആ കുട്ടികളെ ഒരുമിച്ച് ഗബർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഒരു ഭരണം ഉണ്ടായിരുന്നു, പക്ഷെ അത് മറന്നു. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇന്നും അത് പോയതാർക്കാ? അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉമ്മാക്കും ഉപ്പാക്കും പപ്പയ്ക്കും മമ്മിക്കും പോയി. നമ്മളത് ഓർക്കണ്ടോ? ഓർക്കില്ല. നമുക്കൊന്നും ഓർക്കാൻ സമയമില്ല. നമുക്ക് എന്തിനാ സമയമുള്ളത്? നമുക്കൊന്നിനും സമയമില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, പിന്നെന്തുട്ടാ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നോക്ക്, മൊബൈൽ നല്ലതാണ്. അതിൽ കുറേയൊക്കെ നമ്മുടെ മക്കളെ നമ്മളെ ചീത്തയാക്കാൻ നമ്മൾ തന്നെയാണ്. നമുക്കേ ടൈമില്ല. അപ്പോൾ കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ എങ്ങനെ സമയം ഉണ്ടാവുക? പക്ഷെ മറക്കാണ്ട് കുറേ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ നാട് കൊറോണ വന്നു, അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടു. എങ്ങനെ മലയാളികൾ പണിയെടുക്കാം എന്ന് കാണിച്ചു തന്നു കൊറോണ. വെള്ളപ്പൊക്കം വന്നു. ഇതൊന്നും മറക്കരുത്. അന്ന് എൻ്റെ കാലൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഒരു ഗ്ലാസ് പാലിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി മോളിൽ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വള്ളത്തിൽ കയറിയിട്ട് കൊച്ചിയിലെ ആലുവയിൽ 9ാമത്തെ നിലയിൽ ഒരു ചേച്ചിക്ക് പിന്നെ പാലാണെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടീനെ കാണിച്ചപ്പോൾ എനിക്ക് പാലാണെന്ന് മനസ്സിലായി. എനിക്ക് തന്നത് 2000-ൻ്റെ നോട്ടാണ്. ഞാൻ ആ ചേച്ചി ഇത് കാണണം കേട്ടോ. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയെ, ഞാൻ ഈ പാല് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ കാശിന് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ കൊച്ചിന് ഈ പാല് കൊടുക്കണ്ടേ? ഇത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനല്ല. ഞങ്ങളവിടെ വന്നത് ഞങ്ങൾ ആരറിഞ്ഞു? ഒരാളും അറിഞ്ഞില്ല. ഞങ്ങളെന്താ ഈ ഫേസ്ബുക്കിൽ മറ്റെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണു, ഇങ്ങനെ ആക്കണു. അന്ന് ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഈ യൂട്യൂബുകാരും മറ്റേ മാങ്ങാത്തൊലിക്കാരൊക്കെ എവിടെയായിരുന്നു? ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നൊന്നും അവർക്കിതൊന്നും വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ സംരക്ഷിക്കാം, എങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താം എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അതായിരുന്നു. എന്നിട്ട് എനിക്ക് തിരിച്ച് എൻ്റെ ചാലക്കുടി കാണില്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ വീടൊക്കെ മുങ്ങിപ്പോയി. അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതൊക്കെ നിങ്ങൾക്കറിയോ? ചാലക്കുടി ഫുള്ളായിട്ട് മുങ്ങിപ്പോയി. മണിച്ചേട്ടൻ്റെ വീട് വരെ, 2 നിലയുള്ള മണിച്ചേട്ടൻ്റെ വീട് വരെ മുങ്ങിപ്പോയി. ചാലക്കുടി പാലം കാണാണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. അന്നെൻ്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒന്നും പറയണമെന്നല്ല. ഇതൊന്നും എനിക്കുണ്ട് എൻ്റെ മനസ്സിലൊരു രാഷ്ട്രീയം. അത് ഒരാളുടെ പേര് കിട്ടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കാനോ എനിക്ക് അങ്ങനെയൊന്നും ബെസ്റ്റായിട്ട് എൻ്റെ കഴുത്ത് വെട്ടി വച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ മറ്റേ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ ഇറങ്ങില്ല. എന്നെക്കൊണ്ട് പറ്റണം ഞാൻ ചെയ്യും. ഇതുപോലെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയായിരുന്നു കൊറോണ? നമ്മളൊക്കെ എത്ര മാസം, 1 വർഷത്തോളം നമ്മൾ ക്വാറൻറ്റൈനിലിരുന്നു. ഒരു ജോലിക്ക് പോകാൻ പറ്റുക, വീടൊക്കെ പട്ടിണി വരെ ആയിട്ട് ഇല്ലേ? പുറത്ത് പോലും ഇറങ്ങാണ്ട് നമ്മളിരുന്നില്ലേ? എന്നിട്ടും നിങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ മനുഷ്യങ്ങളെ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഞാൻ പഠിച്ചു കേട്ടോ. ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണേ. ഒരുത്തനെ എൻ്റെ വീട്ടിൽ കയറ്റാത്തത്, ഒരു രാഷ്ട്രീയക്കാരനെയും എൻ്റെ വീട്ടിൽ കയറ്റാത്തത് ഞാൻ പഠിച്ചത് കൊണ്ടാണ്.
കാര്യം നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർക്ക് പൊള്ളും. അത് പൊള്ളുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു ജനങ്ങൾക്കും പൊള്ളില്ല. കാര്യം അണ്ണാച്ചിമാരെ കാലിൽ പിടിക്കുന്ന കുറേ തെണ്ടികൾക്ക് പൊള്ളും. അത് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ബി ജെ പിയിലും കാലിൽ പിടിക്കുന്ന കുറേ അണ്ണാച്ചിമാർക്ക് പൊള്ളും. നമുക്കും പാവങ്ങൾ, ജനങ്ങൾക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ജോലി ഇല്ലാണ്ട് തിരിച്ചു വരുന്ന ഒരു ജനങ്ങൾക്കും പൊള്ളില്ല. കൂലിപ്പണിക്ക് പോകുന്ന ചേച്ചിമാരുണ്ട് അല്ലേ? കൂലിപ്പണിക്ക്, അതായത് വാർക്കപ്പണിക്ക് പോകുന്നതും അവിടെ എന്തൊക്കെ കേൾക്കുന്നുണ്ടാവും. ശരിക്കും ഗതികേട് കൊണ്ടായിരിക്കും ചേച്ചിമാർ ഇങ്ങനെ ഈ പണിക്ക് പോകുന്നത്. അവിടെ ഉണ്ടാവും കുറേ നവോത്സരങ്ങൾ, ആണും പെണ്ണും കെട്ടവന്മാർ എന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെ പണിക്ക് വരുന്നവരെ എന്താ പറയുക ചൂളടിച്ചും അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എനിക്കത് പറഞ്ഞ് ബലിപ്പിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുണ്ട് കുറേ തെണ്ടികൾ. അതായത് ഇങ്ങനത്തെ പണിക്ക് വരുന്നവരൊക്കെ അവരുടെ ഗതികേട് കൊണ്ടാടോ അങ്ങനെ വരണത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. അവരെയൊക്കെ അങ്ങനെ വരുന്നവരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിച്ചിട്ട് പണി അവരെടുത്തോളും. അവർക്ക് കറക്റ്റ് എന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് 50-ഉം 100-ഉം കമ്മീഷനായിട്ട് പിടിക്കുന്നവരും ഉണ്ട്. ഒരിക്കലും സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ആണുങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പണിയെടുക്കുന്നുണ്ടെന്ന് പെണ്ണുങ്ങൾ വാർക്കപ്പണിക്കും കോൺക്രീറ്റ് പണിക്കുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ച് കിടന്ന് പണിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും അത് കാണുമ്പോൾ. അല്ലാണ്ട് കുടുംബശ്രീ കുടുംബശ്രീയല്ലോ, എന്നിട്ട് തൊഴിലുറപ്പ്, അങ്ങനത്തെ പെണ്ണുങ്ങളല്ല ഈ ചേച്ചിമാർ. ചെയ്താലും തൊഴിലുറപ്പിന് പൈസ കിട്ടും. പക്ഷേ ഈ ചേച്ചിമാർ അങ്ങനെയല്ല. ഇങ്ങനെ എന്താ പറയുക, പാലക്കാട് നിന്ന് വന്നിട്ട് തൃശ്ശൂർ വാർക്കപ്പണി ചെയ്തിട്ട് വീട്ടിലെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓടിപ്പിടഞ്ഞ് കിട്ടിയ കാര്യം. എനിക്കിപ്പോൾ ബസ് കിട്ടില്ല, എനിക്ക് ഈ ബസ്സിൽ പോയാൽ എൻ്റെ ചെവി കൊണ്ട്, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്തൊരു സങ്കടം വന്നിട്ടുണ്ടെന്നറിയോ. എന്നിട്ട് ഞാൻ എൻ്റെ പേട്ടയിൽ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും അല്ലടോ, അവരൊക്കെയാണോ ശരിക്കും മനുഷ്യർ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാര്യം പാവങ്ങളെന്ന് പറഞ്ഞ ആൾക്കാർ ആരും ചെറുതായിട്ട് കാണരുത് കേട്ടോ, അവരാണ് ഏറ്റവും നല്ലവർ കേട്ടോ. പിന്നെ കാശുള്ളവരുടെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ വെള്ളപ്പൊക്കം നടന്നപ്പോൾ ഈ കൊച്ചിയിൽ ജീവിച്ച ആൾക്കാരോട് ഞാൻ പറയുകയാണ്, അവിടെ ഓടിയെത്തത് ഒരു കാശുകാരനും വന്നില്ല കേട്ടോ, ഞങ്ങളെപ്പോലുള്ളവരാട്ടോ ഓടിയെത്തത്. ഈ കൊച്ചിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലും മറ്റിടത്തും താമസിച്ചപ്പോൾ ഒരു കാശുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൾഫിലിരിക്കുന്നവരോ, നിങ്ങളൊക്കെ കോടീശ്വരന്മാരായിരിക്കാം, ഒരാളും ഓടിയെത്തിയില്ല കേട്ടോ. ഓടിയെത്തത് ഞങ്ങളാട്ടോ, അത് നിങ്ങൾ മറക്കരുത്. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഞങ്ങൾക്കൊന്നും തരുമൊന്നും വേണ്ട. പിന്നെ ഈ തുപ്പലടി നിർത്തുക, ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ തുപ്പലടി നിർത്തുക. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക. ഇനി ഞങ്ങൾക്ക് കാശുണ്ട്, ആർക്ക് ചെയ്താലും എന്താ, നമ്മുടെ കാര്യം അങ്ങോട്ട് നോക്കാം. നിങ്ങൾ ആ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും ഒരു രാഷ്ട്രീയക്കാരോ ഒരാളോ നിങ്ങളെ സംരക്ഷിക്കാൻ ആദ്യം എത്തിയത് ഞങ്ങളാട്ടോ. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ പറയാണ്, ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. കാര്യം ഞങ്ങൾക്ക് ജീവിക്കണം, സ്വന്തമായിട്ട് വീടില്ല. എന്നെ വിടൂ, എന്നെപ്പോലെ 1000 അല്ല 10,000 ആൾക്കാർ ഒരു ഗതിക്ക് പരഗതിയില്ലാണ്ട് ഇന്ന് തിരുവനന്തപുരം തുടങ്ങി മഞ്ചേശ്വരം വരെ ഉണ്ട്. ഒരാളുടെ ഒരു സഹായവും ഞങ്ങളത് പ്രതീക്ഷിക്കണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞങ്ങളെക്കാട്ടിലും താഴ്ന്ന എൻഡോസൾഫാൻ എന്ന് പറഞ്ഞൊരു അസുഖം ബാധിച്ചിട്ട് കാസർഗോഡ് എത്ര പേരുണ്ടെന്നറിയോ?
അതിൽ 1, 2, 5, 10, 100, 1000 പേരെ നിങ്ങൾക്കറിയുള്ളൂ. അതിൽ കൂടുതലുണ്ട് അവിടെ. എത്ര മുസ്ലിം കുടുംബമാണ് ഇന്നത്തെ ദിവസം പട്ടിണി കിടക്കണമെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കാശൊക്കെ അയച്ചു കൊടുത്തു. വയനാട് ദുരന്തം വന്നപ്പോൾ കിട്ടിയോ ആർക്കെങ്കിലും? 1 രൂപയുടെ സഹായം കിട്ടിയോ? അവരൊക്കെ ഇപ്പോൾ എവിടെയെന്നറിയോ നിങ്ങൾക്ക്? ഇന്നും അവർക്ക് വീടില്ല. ആ മിലിറ്ററി ഉണ്ടാക്കിയ ആ പാലം അവിടെ ഉണ്ട്. അതുണ്ടാക്കിയത് മിലിറ്ററിയാണ്, അത് ഗവൺമെൻറ് അല്ല കേട്ടോ, അത് മിലിറ്ററിയാണ്. അത് മിലിറ്ററി ഉണ്ടാക്കിയത്. ആ പാലമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഒരു വീടും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. എനിക്ക് കിട്ടി മുഖ്യമന്ത്രിന്ന്. വീട് പോയാ? വീട് പോയിട്ടില്ല. പിന്നെ നമുക്ക് പൈസ കിട്ടിയാ? ആ പൈസ കിട്ടി. എവിടെ നിന്ന് കിട്ടി? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി. നിങ്ങൾക്ക് വീടൊന്നും പോയിട്ടില്ല? ഇല്ല, എനിക്ക് വീടൊന്നും പോയിട്ടില്ല. അതെങ്ങനെ ശരിയാവുക? പോയവർ പട്ടിണി കിടക്കുക. നിങ്ങളെടുത്ത് നോക്കൂ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങളെടുത്ത് നോക്കൂ. എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് അയക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോഴും പിന്നെ മുഖ്യമന്ത്രി അതിന് ഇതാക്കി അവരെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിക്കുക, അതൊക്കെ. എന്നിട്ട് അവർക്ക് കിട്ടിയോ? അവർക്കൊരു നല്ല ഓണം ഉണ്ടാവില്ലടോ. നല്ലൊരു ഓണക്കൂടി ഉണ്ടാവില്ല. ഇനി അതും ഈ സംഭവം നടക്കുമ്പോഴും ഡ്രസ്സും കാര്യങ്ങളും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നവരൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്യായിരുന്നു. അതറിയോ നിങ്ങൾക്ക്? ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവസ്ഥനാണ് ഈ പറയുന്നത്. അനുഭവസ്ഥൻ ബ്ലോക്ക് ചെയ്യായിരുന്നു. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ മുഖ്യമന്ത്രി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നൊക്കെ എന്നിട്ടത് കൊടുത്തോ? ഇട്ട ഡ്രസ്സുകൾ മറ്റതൊക്കെയായിരുന്നു ഇവരെ കയ്യിൽ കിട്ടിയേക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ. പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നത് പുതിയതൊക്കെ ആയിരുന്നു. കാര്യം ഇതൊക്കെ നമുക്കൊരു വിഷമമുണ്ട് കേട്ടോ, സത്യമായിട്ട് വിഷമമുണ്ട്. ഇപ്പോൾ കാല് വയ്യാത്തതുകൊണ്ടാണ് ഒരിടത്ത് ഓടിയെത്താൻ പറ്റില്ല. 2 കാലും ഫ്രാക്ചറായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു കാലിൻ്റെ ചലനശേഷി വരെ നഷ്ടപ്പെട്ടു പോയി എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്. എന്നിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കുടുംബം ഞാൻ നോക്കുന്നുണ്ട്. ഞാനെന്താ പറയുക, ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോവില്ല. അത് പാപാ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകുന്നത്. മുസ്ലിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ അത് ഹറാമാ. കാരണം എന്താണെന്നറിയോ? പിണറായി ടിക്കറ്റാ. അത് ഞാൻ കൊടുത്തു കഴിഞ്ഞാണല്ലോ എനിക്ക് ശാപം കിട്ടും. അതാ ഡീല്. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിനി. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട്, അതും ഒരു മനുഷ്യൻ എന്നെ സഹായിച്ചിട്ട്. എൻ്റെ വലത്തെ കാല് നീണ്ടിരിക്കുള്ളൂ, ഇടത്തെ കാല് വർക്കല്ല. ആ വർക്കല്ലാത്ത കാല് വെച്ചിട്ട് ഞാൻ ബ്രേക്ക് ഔട്ടണേ. എന്നിട്ട് ഞാൻ ജീവിനി. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. എന്നെ കൊന്നു കളഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ കൊന്നു കളഞ്ഞാലും ഞാൻ ജീവിക്കും ഈ ഒരു വീഡിയോയിലൂടെ. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചത്തുപോയാലും ശരി ഞാൻ ജീവിക്കും ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടി. അത് മതി. അതിങ്ങനെ സ്പ്ലിറ്റായി പൊക്കോട്ടെ. അത് എത്തേണ്ടവരടുത്തൊക്കെ എത്തട്ടെ. എത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.